എൻ്റെ ബ്ലോഗിങ് ഗുരുവിന് ഞാൻ ഇന്നൊരു പ്രത്യേക ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഫോർ യു. ഓക്കെ, നീ ഞെട്ടരുത്. നീയാണ് എന്നെ ഒരു ബ്ലോഗറാക്കിയത്. അതിനുള്ള ഒരു ഇത് ഗുരുദക്ഷിണ എന്ന് കരുതിയാൽ മതി. ഓക്കെ, ഞാനൊക്കെ അത് എടുത്തു വരാൻ പോകും. ഇത് നോക്കൂ, നിനക്ക് എവിടെ വെച്ചുകൊണ്ടും എങ്ങനെയും ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഈ മനോഹരമായ ട്രൈപോഡാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സാജിദ് നമ്മളൊക്കെ ഗുരുവാണെങ്കിലും നമ്മൾ ശിഷ്യന്മാർക്ക് ഈ ലെവലിലേക്ക് എങ്ങനെ നിർത്തിക്കൊണ്ട് ചെയ്യാം. എനിക്കൊരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പൊട്ടിയതൊരെണ്ണം ഞാൻ പണ്ട് കൊടുത്തിരുന്നു. അപ്പോൾ അത് ഇന്നും എനിക്ക് ഫുൾ യൂസ്ഫുൾ അല്ല. അപ്പോൾ എനിക്കൊരു വിഷമം തോന്നി, എനിക്ക് ഇതുപോലത്തെ ഒരെണ്ണം ഞാൻ തരണം എന്നുള്ളത് ഞാൻ വിചാരിച്ചു. അല്ല, അതിൻ്റെ അടുത്തൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ ഏതായാലും പല ആളുകളും ഗുരുക്കന്മാരെ മറക്കുകയാണ് പതിവ്. അതെ. അപ്പോൾ ഏതായാലും എന്നെ ഓർത്തുകൊണ്ട് ഇത് വന്ന് താങ്കൾക്ക് വ്ളോഗിങ് മേഖലയിൽ ആ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് വന്നതിൽ വളരെ സന്തോഷം അറിയുകയാണ്. കാരണം ഈ സമ്മാനം അല്ലെങ്കിൽ ഇതൊക്കെ എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ പ്രത്യേക മധുരമുണ്ട്. പ്രത്യേകിച്ച് അതിനേക്കാൾ ഉപരിയായി നിന്റെ ആ മനസ്സ് അതിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇത് ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സെൽഫി സ്റ്റിക്കായിട്ട് വെക്കാം. തീർച്ചയായിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ റിമോട്ട് ഉണ്ട്, റിമോട്ട് ഞാൻ തരാം. അതിലൊക്കെ ബ്ലൂടൂത്തിൻ്റെ റിമോട്ട്. അതുപോലെ അത് കണ്ടോ, ഇതിങ്ങനെ എന്ത് രീതിയിലും നിനക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള മനോഹരമായിട്ടുള്ള ഇത് ഞാൻ കൈമാറുകയാണ്. ഓക്കെ, ഇതിന് നിനക്ക് സ്വന്തമാണ്. ഇതുകൊണ്ട് ഒരുപാട് ജനങ്ങളിൽ ഇൻസ്പയർ ചെയ്ത, മോട്ടിവേറ്റ് ചെയ്ത, ആൾക്കാരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ബ്ലോഗുകൾ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് സാധ്യമാവട്ടെ. ഓക്കെ, താങ്ക് യു. ഒപ്പം താങ്കൾക്ക് ജനങ്ങളിലേക്ക് ഇനിയും കൂടുതൽ ഇറങ്ങിച്ചെന്ന് അവരെ സേവനം ചെയ്യുവാനും താങ്കളുടെ വൈദ്യശാസ്ത്ര മേഖലയിലും അതുപോലെ തന്നെ വ്ളോഗിംഗ് മേഖലയിലും ഇനിയും ഒരുപാട് ഉയരങ്ങൾ താണ്ടാൻ കഴിയട്ടെ എന്ന് പറഞ്ഞാൽ നന്ദി ഗുരു.